സുഹൃത്തുക്കളെ, ചക്ക പഴുത്തത് ലാസ്റ്റ് ചക്കയാണെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഒരു ചക്ക മുറിച്ച് പകുതി അപ്പുറത്തെ വീട്ടിലെ അമ്മയ്ക്കും എല്ലാം കൊടുത്തായിരുന്നു. അതിൻ്റെ ഒരു കഷ്ണം ഇത് പീസാക്കിയിട്ടാണ്. അതെടുത്ത് ശർക്കരയും നെയ്യെല്ലിട്ട് ഒന്ന് വരട്ടിയാലോ. എല്ലാം നല്ല വൃത്തിക്കെല്ലാം ക്ലീനാക്കി ഇങ്ങനെ ഇതാക്കിയ എല്ലാം കുഞ്ഞ് ചുളയാണ്. ഭയങ്കര പാടാണ് ഇതെടുക്കാൻ. ഇതിൻ്റെ ചമണിയെല്ലാം മാറ്റി നല്ല ഇതാക്കി. ഇനി ഇത് നമ്മളെ ജാറിലോട്ടിട്ട് ഒന്നടിക്കണം. ഇത് അതിലോട്ടിട്ട് ജാറിലോട്ട് നല്ലോണം ഇട്ടൊന്ന് അടിക്കട്ടെ. അടിച്ചു വരട്ടെ. ജാറിൽ ഇതാ എല്ലാം അരച്ച് നല്ലോണം ഭംഗിയായി അരച്ച്. ഇനി നമുക്ക് അടികെട്ടിയിൽ ചീനച്ചട്ടി എടുക്കുന്നത്. ഞാൻ മറ്റേ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നില്ല, ചീനച്ചട്ടി എടുക്കുന്നത്. അടികെട്ടിയുള്ള ചീനച്ചട്ടി വലിയ ചീനച്ചട്ടിയാണ്. അരി നല്ലോണം ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിക്കും. തേങ്ങ ഇത് കുറച്ച് ഇതാക്കി വെക്കണം. തേങ്ങ കൊത്ത് ഈ നെയ്യിലിട്ട് മൂപ്പിക്കണം. തേങ്ങ കൊത്ത് നല്ല തേങ്ങ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് വെച്ചിന്. ഇത് ആദ്യം തന്നെ അതിലേക്കിട്ട് നല്ലോണം മൂത്തിട്ട് കോരി വയ്ക്കണം. തേങ്ങ കൊത്ത് കടിക്കുമ്പോഴാണ് ആ ചക്ക വരട്ടേനൊരു ടേസ്റ്റ്. നല്ല രസമുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് അരച്ച് നല്ലോണം മൂത്ത് വരുമ്പോൾ മാറ്റി വയ്ക്കും. ശർക്കര ഇതാക്കി വെച്ചിട്ടുണ്ട്, ചൂടാക്കും. പക്ഷെ നല്ല മധുരമുള്ള ചക്ക. എത്രയാണ് വന്നാൽ കുറച്ച് ശർക്കര നല്ലോണം പാവ് കാച്ചിട്ട് ചക്ക നല്ലോണം വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഒഴിക്കും. ശർക്കര കുഴപ്പമില്ല, നല്ലോണം ഇതായി വരുന്നത്. അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് നല്ലോണം ഇതിലേക്ക് നോക്കണം. അപ്പോൾ കരിക്കും. ഇങ്ങനെ ആയാൽ മതി. ഇത് കോരി വരും. ഇത് കോരിയാണ്. കോരിയിട്ട് ഇത് പാത്രം ഇതിൻ്റെ അകത്തേക്ക് ഈ നമ്മൾ ഇതാക്കി വെച്ച ചക്കയില്ല, മിക്സിയിലിട്ട് അടിച്ച പഴുത്ത ചക്ക ഇതിലേക്കിട്ട് ഇളക്കണം. ഇത് കരിഞ്ഞു കുറച്ച് നല്ലോണം വേവണം. എന്നിട്ടാണ് ഈ ശർക്കര പാവ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അടുപ്പ് പിടിക്കാതെ നോക്കണം. നെയ്യാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ വെള്ളം നോക്കുന്നില്ല. ഈ ചക്കയിലെ വെള്ളം നല്ലോണം വറ്റണം. ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വാട്ടാം. ഇരുമ്പ് ചീനച്ചട്ടിയാകുമ്പോൾ നമ്മൾ എത്ര ഇളക്കുമ്പോഴും കുഴപ്പമില്ല. ഇതാകുമ്പോൾ ഒരുപാട് സമയം വയ്ക്കണ്ടേ. അതിനെക്കാട്ടി നല്ല ചട്ടി ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടല്ലോ, ഇതിലാണ് നല്ലത്. ഉള്ളവർ ഇതെടുക്കുക, ഇല്ലാത്തവർ നോൺ സ്റ്റിക്ക് എടുക്കുക. നല്ലോണം കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷം ശർക്കരപ്പാനിയാക്കി വെക്കാം. ഇത്ര ശർക്കരപ്പാനി അരി വയ്ക്കണ്ട. സമയം വേണം ഇതായി വരാൻ. നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഇതിൻ്റെ ഇതൊക്കെ ആക്കിയ നെയ്യുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ആക്കിയാൽ മതി. നമുക്ക് എത്ര ഒരു വർഷം വേണമെങ്കിൽ ഒന്നും ആവില്ല ആക്കി വെച്ച ഒക്കെ. ഇതിലേക്ക് ഈ ശർക്കര പാനി
പ്ലാസ്റ്റിക്കിലാക്കരുത്, മറ്റേ ഇതുപോലെ ആക്കരുത്, മറ്റേ നല്ല സ്റ്റീലിൻ്റെ അരിപ്പില്ലേ അതിലേക്ക് ഇങ്ങനെ ഒഴിക്കും. അത് നല്ലോണം പെടുന്നവർ കുറച്ച് നല്ലോണം മധുരം എടുക്കുക, അത്രയും മധുരം വേണ്ടില്ല. അത് ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ട്. ശകലം ഉപ്പിട്ട് കൊടുത്തു. നല്ലോണം ഇളക്കുക. ചക്ക എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലും ഇല്ലല്ലോ, ഒരു വളമൊന്നും ചെയ്യാതെയല്ലേ നമുക്ക് രാവിലെ ഇരുന്ന് ചക്ക കിട്ടുന്നത്. മാങ്ങയും അങ്ങനെ, പക്ഷെ തെങ്ങ് അങ്ങനെയല്ല അല്ലേ. തെങ്ങിന് നമ്മൾ വർഷം നമ്മൾ വളമിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തേങ്ങ അതിൻ്റെ കുഞ്ഞു തേങ്ങയായിപ്പോൾ നല്ല വളമിട്ട് കൊടുത്താൽ നല്ലത് ഇഷ്ടം പോലെ തേങ്ങ. പക്ഷെ പ്ലാവിനൊന്നും ചെയ്യണ്ട, ഒരു വരദാനമാണ് നമുക്ക്. പ്ലാവ് മാവ് ഇതൊന്നും ശ്രദ്ധിക്കണ്ട, വലിയതായാൽ പിന്നെ ഒരു വർഷം നമുക്ക് കായ തന്നോളൂ. നല്ലോണം അടക്കണം. കുറച്ച് ഇടത്തരം ശർക്കര, നല്ല കറുത്ത ശർക്കരയല്ല, കറുത്തയാണെങ്കിൽ നല്ലോണം കറുത്തില്ല. നല്ലോണം ചെറുങ്ങനെ ഇത് അതിൻ്റെ വെള്ളം നല്ലോണം കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു സ്പൂണ് നെയ്യ്. നെയ്യ് വെച്ചിട്ട് ഇതൊക്കെ ഇതാക്കും. ഭയങ്കര ചൂടാണ്. നമ്മൾ ഈ ചക്ക ഇത് മുഴുവൻ അത് പിള്ളേരൊന്നും അങ്ങനെ മോനൊന്നും കൊടുത്താൽ 2 ഇല 3 ഇലയെ കഴിക്കത്തുള്ളൂ. ഇതാകുമ്പോൾ പിന്നെ ആക്കി വെച്ചാൽ അവർക്ക് ചക്ക കഴിക്കണം, കഴിക്കാമല്ലോ, കളയണ്ടല്ലോ. മറ്റേ മരത്തിൻ്റെ ചട്ട വയ്ക്കുക, മറ്റേതാകുമ്പോൾ കൈക്ക് ഇങ്ങനെ ഇത് വരും. കുറേ വരുമ്പോൾ കുറച്ച് സമയം നല്ലോണം പണിയുണ്ട്, ഇറങ്ങി വരണം. കുറച്ചും കൂടി നെയ്യാക്കി, നെയ്യാക്കണം, കുറേ നെയ്യാക്കി, കുറച്ച് നെയ്യാക്കി. അധികമാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, എന്നാലും അധികം വേണ്ട. കുറച്ച് കുറുകി വന്നു. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി വയ്ക്കാം. ഏലക്ക കുറച്ച് പൊടിച്ച് വെച്ചായിരുന്നു, ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ ലാക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് എടുത്തിടാം. അപ്പം പൊടിക്കുമ്പം അതൊരു പാടാണ്. അപ്പോൾ കുറച്ച് പൊടിച്ചിട്ട് ഫ്രിഡ്ജിലങ്ങ് എടുത്ത് വെച്ച്, അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനത്തെ എന്തെങ്കിലും ആക്കുമ്പോൾ കുറച്ചെടുത്തിടാറില്ല. നമ്മൾ ചക്ക ഇത് നല്ലോണം വരണ്ട് വന്നാൽ ചക്ക അലിവിയാവും. ഇത് നമ്മൾ വരട്ടി വെക്കുന്നു, നല്ല പാത്രത്തിലെല്ലാം നല്ല ഇതാക്കിയാൽ നല്ല അലിവയാക്കി മുറിച്ചെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വേറെ എന്തെങ്കിലും മിക്സാക്കിയാൽ നല്ല ഇതായി വരും. ഇച്ചിരി മൈദപ്പൊടിയോ ഇച്ചിരി ഗോതമ്പ് പൊടിയോ ഇടും, എന്തുകൊണ്ടും ആക്കാം. ഇത് വെറും ചക്ക മാത്രമാണ്, ചക്ക മാത്രവും അരുവയാക്കും, ആക്കും.
പക്ഷെ ഞാൻ ഷേപ്പൊന്നും ആക്കുന്നില്ല. ഞാൻ ഇതെല്ലാം ആക്കിയിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കണം, ജാറിൽ നല്ലോണം തണിഞ്ഞിട്ടപ്പം. ഇത് അത്രയും ആയി വെന്ത് ഇതായി വരുമ്പോൾ അത്രയേ ഉള്ളൂ. ഇടിയെല്ലാം ഇടിക്കുന്നുണ്ട്. മഴയുണ്ടോമ്മ? അപ്പോൾ എത്ര ദിവസമായി എന്നറിയാം ഇടി ഇങ്ങനെ വരുന്നു. പക്ഷെ മഴയുടെ തുള്ളി കാണുന്നില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ഇട്ട് വെച്ച തേങ്ങാക്കൊത്തില്ലേ, അത് മൊത്തം അങ്ങനെ നമ്മുടെ ചക്ക വറുത്തിയത് റെഡി. ഇട്ട് വരണം. ഇത് പാത്രത്തിലാക്കി ആറണം നല്ലോണം. ഇരുമ്പ് ചീഞ്ചട്ടി തന്നെ വെക്കാൻ പറ്റില്ല. ഇതിൽ തന്നെ ആറാൻ വേണ്ടി വെക്കുമ്പോഴത്തേക്കും ഇരുമ്പിൻ്റെ ഇത് വരും. അതിൽ ഇത് ആക്കി വെച്ചാൽ, അപ്പോൾ ഇത് ആക്കിയ പാടന്നെ മാറ്റി വെക്കണം. ഓക്കെ. നല്ലോണം പീസാക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലോണം ഇതായി വരും. നല്ലോണം കുറച്ചും കൂടി ഇനി നെയ്യ് ഒഴിച്ച് എടുക്കാം. ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മതി. ഞാൻ ഹലുവയെല്ലാം ആക്കുന്നത് ഇങ്ങനെ ഊണുകൊണ്ട് കോരുത്തുന്നുണ്ട് എത്തിലാക്കുന്നത്. ഉണ്ടാ ഇങ്ങനെ ചക്ക വറുത്ത് റെഡി. ഇത് നമ്മുടെ ചക്ക വരട്ടി വെക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങളുടെ കണ്ണൂർ ആണ്. ഇവിടെ കൊല്ലത്തേനിപ്പം ഇതിന് വേറെ ആയിരിക്കും പറയുക. അതൊക്കെ ചിലപ്പോൾ ജാലികയായിട്ട് പറയുമായിരിക്കും. നമ്മൾ ചക്ക വരട്ടി വെക്കുന്നതെന്ന് പറയും. അപ്പം ഇത് നല്ലോണം കുറച്ചും കൂടി കട്ടിയിലായ അലുവയായി. പാത്രത്തിലേക്ക് മാറ്റി ചക്കയുടെ ഇതിലാക്കി ഇനി ഇത് നല്ലോണം ആറിയിട്ടാകുമ്പോൾ ഒരു കുപ്പിയിലെടുത്ത് വെക്കാം. ആറിയപ്പോൾ ഞാൻ നല്ല ചില്ല് കുപ്പിയിൽ ആക്കി വെച്ച്. അങ്ങനെ പഴുത്ത ചക്ക വരട്ടിയത്. നിങ്ങൾ കണ്ണൂരിൽ എങ്ങനെയാണ് പഴുത്ത ചക്ക വരട്ടിയെന്നാണ് പറയാം. പിന്നെ കുറച്ചും കൂടി നല്ലോണം ആക്കിയാൽ അലുവയായിട്ട് നമ്മൾ ഇതിൽ നെയ്യൊക്കെ പുരട്ടി നല്ലോണം കട്ടിക്കാക്കി കുറച്ചും കൂടി ആവണം. ആയിക്കഴിഞ്ഞാൽ നല്ല പീസാക്കിയിട്ട് അലുവയായിട്ടും കഴിക്കാം. ഇത് പക്ഷേ ചക്ക വരട്ടിയത്.